വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ടോപ്പ് ഗേൾസ് എന്ന വർക്കാണ്. ഈ ഒരു വർക്ക് വുമൺസ് റൈറ്റിങ്ങിലെ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു വർക്കിൽ സെൻറ്റർ ആയിട്ടുള്ളത് മാർലിൻ എന്ന കരിയർ ഡ്രൈവൻ ആയിട്ടുള്ള ഒരു വുമണാണ്. ആ ഒരു വുമൺ എന്നുള്ളത് അവളുടെ ബിസിനസ്സിൽ ഹെവിലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൺ കൂടിയാണ്. ഈ ഒരു പ്ലേയിൽ എക്സാമിൻ ചെയ്യുന്നുള്ളത് ഓൾഡ് സൊസൈറ്റിയിൽ വുമൻ്റെ റോൾ എന്താണെന്ന് എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വുമൺ സക്സീഡിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടേക്ക് ചെയ്യുന്നതെന്നൊക്കെ ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അംബീഷനും അതുപോലെ തന്നെ ഫെമിനിസത്തിലുള്ള താച്ചറൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസാണ് ഹെവിലി ഡൾസ് ചെയ്യുന്നുള്ളത് ഈ ഒരു വർക്കിൽ. 1950 ബ്രിട്ടനിൽ ഈ ഒരു പ്ലേ സെറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമണ് ആ ഒരു ഇഷ്യൂവിനെ എക്സാമിൻ ചെയ്യുകയാണ് ഈ ഒരു പ്ലേ ചെയ്യുന്നുള്ളത്. ഇറ്റ് ആസ്കസ് ക്വസ്റ്റ്യൻസ് ഓഫ് ഈക്വാലിറ്റി, ഫെമിനിസം, പ്രിവിലേജ്, ക്യാപിറ്റലിസം ആൻഡ് മദർഹുഡ് ദാറ്റ് റിസണേറ്റ് ടുഡേ ആസ് മച്ച് ആസ് ദേ ഡിഡ് ഇൻ ദ ഏർലി താച്ചർ ഇറ. ഏർലി താച്ചർ ഇറയിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രതിധ്വനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ തന്നെ മാർഗരറ്റ് തച്ചർ പറയുന്നത് ഫസ്റ്റ് ലേഡി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് ആണ്. ഈ ഒരു ടോപ്പ് ഗേൾസ് കോൺഫറൻറ്റ് ചെയ്യുന്നുള്ളത് അഭിമുഖീകരിക്കുന്നുള്ളത് ഐഡിയാസ് ഓഫ് ഫെമിനിസം ആണ്. വുമൺ സോഷ്യൽ അച്ചീവ്മെൻറ്റിലെ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് ഇനീഷ്യലി യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലേയിൽ. അമേരിക്കൻ ഫെമിനിസ്റ്റിന് ഇടയിലുള്ള കോൺവെർസേഷനാണ് ഈ ഒരു പ്ലേക്ക് ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചേർച്ചിൽ പറയുന്നുള്ളത്. ആ ഒരു കോൺവെർസേഷനിൽ കമൻറ്റ് ചെയ്യുന്നുള്ളത് അമേരിക്കൻ ഫെമിനിസത്തിനിടയിലുള്ള കോൺട്രാസ്റ്റിനെ പറ്റിയിട്ടാണ്. അവിടെ എന്ന് വെച്ചാൽ സെലിബ്രേറ്റ് ഇൻഡിവിജ്വലിസ്റ്റിക് വുമൺ, അവരെന്ത് നേടുന്നുണ്ട്, പവറും വെൽത്തൊക്കെ നേടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്നുള്ളത് കളക്റ്റീവ് ഗ്രൂപ്പ് ഗെയിൻ ഇൻവോൾവ് ചെയ്യുന്നതാണ് ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്നാണ് പറയുന്നത്. ദർ ഈസ് ഓൾസോ കമൻ്ററി ഓൺ മാർഗരറ്റ് തച്ചർ ദ പ്രൈം മിനിസ്റ്റർ. ആ ഒരു പ്രൈം മിനിസ്റ്റർ ഹു സെലിബ്രേറ്റഡ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ് സെലിബ്രേറ്റ് എന്നുള്ള ആ ഒരു പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ ബിലീവ് ചെയ്യുന്നുള്ളത് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിലാണ്. മാർലിൻ പറയുന്നുള്ളത് ടഫ് കരിയർ വുമൺ ആണ്. പോർട്രേ ചെയ്യുന്നുള്ളത് സോൾലെസ് ആണ്, ആത്മാവില്ലാതെ അങ്ങനെയാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതർ വുമൺ എക്സ്പ്ലോയിറ്റിംഗ്, അതുപോലെ തന്നെ സപ്രസിങ് ഹെർ ഓൺ കരിയർ കെയറിങ് സൈഡ് ഇൻ ദ കോഴ്സ് ഓഫ് സക്സസിൻ്റെ കാരണമായിട്ട് സപ്രസിങ് എക്സ്പ്ലോയിറ്റിംഗ് എല്ലാം നേരിടുന്നതായിട്ടാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലേ വാദിക്കുന്നുള്ളത് സ്റ്റൈൽ ഓഫ് ഫെമിനിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫെമിനിസം സിംപ്ലി ടേൺസ് വുമൺ ഇൻ ടു ന്യൂ പാട്രിയാർട്സ് ആൻഡ് ആർഗസ് ഫോർ എ ഫെമിനിസം ഇൻ വിച്ച് കെയറിങ് ഫോർ ദ വീക്ക് ആൻഡ് ഡൗൺ ട്രോഡൻ ഈസ് മോർ പ്രോമിനൻറ്റ്. ഈ ഒരു പ്ലേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളത് ഫാമിലി ലൈഫിൻ്റെ ഒന്നിച്ച് ഒരു വുമണിന് സക്സസ്ഫുൾ കരിയർ പോസിബിൾ ആണോ എന്ന ക്വസ്റ്റ്യൻ ഈ പ്ലേ ഉന്നയിക്കുന്നുണ്ട്. 1979 മുതൽ 1990 വരെ ബ്രിട്ടൻ്റെ റൈറ്റ് വിങ് പ്രൈം മിനിസ്റ്ററായി സെർവ് ചെയ്തിട്ടുള്ള മാർഗരറ്റ് തച്ചറിന് ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് ഗേൾസ് കാരി ചർച്ചിൽ റോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത് ലണ്ടനിലാണ് ഡ്യൂറിങ് ദ ഏർലി 1980s. ഈ ഒരു പ്ലേ പറയുന്നുള്ളത് മാർലിൻ്റെ സ്റ്റോറിയെ പറ്റിയിട്ടാണ്. അവൾ എന്നുള്ളത് സക്സസ്ഫുൾ എൻ്റർപ്രണറാണ്. ഫസ്റ്റ് സീനിൽ തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററിയിലെ ഡിഫറെൻറ്റ് മൊമെൻറ്റ്സിൽ നിന്നുള്ള നോട്ടബിൾ ആയിട്ടുള്ള പ്രോട്ടോ ഫെമിനിസ്റ്റുമായിട്ട് ഒരു ഡിന്നർ പാർട്ടി ഹോസ്റ്റ് ചെയ്യുകയാണ് അവൾ ഫസ്റ്റ് സീനിൽ തന്നെ. അവരുടെ എല്ലാവരുടെയും സ്റ്റോറി എന്നുള്ളത് ഒപ്രസീവ് പാട്രിയാർക്കിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വുമൺ സ്ട്രഗിളായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്ന അവരുടെ സ്റ്റോറീസിലെല്ലാം പ്രസൻറ്റ് ചെയ്തിരുന്ന കോമൺ തീംസ് എന്നുള്ളത്. ടോപ്പ് ഗേൾസ് എഴുതുന്നതിന് മുമ്പ് ചേർച്ചിൽ അമേരിക്ക വിസിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഫെമിനിസത്തിൻ്റെ റിസൾട്ടായിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയത് കണ്ടിട്ട് ഈ ഒരു ചേർച്ചിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നുള്ളത്. ടോപ്പ് ഗേൾസിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളത്, ഈ ഒരു റൈറ്റർ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളത് എക്സ്ട്രീം ഇൻഡിവിജ്വലിസത്തെയും അതുപോലെ തന്നെ ഹൈപ്പർ പ്രൊഫഷണലിസത്തെയാണ്. ആ ഒരു ഹൈപ്പർ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് സൊസൈറ്റി വാല്യൂഡ് ആയിട്ടുള്ള ഹൈപ്പർ പ്രൊഫഷണലിസമാണ് എക്സ്ട്രീംലി ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു പ്ലേ എന്നുള്ളത് പെർട്ടിക്കുലർലി കൺസേൺ ചെയ്യുന്നുള്ളത് 1980
ആയിട്ടാണ്, ഫെമിനിസത്തിൻ്റെ ടെൻഡൻസി ആയിട്ടാണ്. 1950 ഫെമിനിസത്തിൻ്റെ ടെൻഡൻസി എന്നുള്ളത് ടു ഇക്വേറ്റ് ലിബറേഷൻ വിത്ത് ഫിനാൻഷ്യലോടൊന്നിച്ചുള്ള ലിബറേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ സക്സസ് ഒക്കെയാണ് ഈ ഒരു 1950 ഫെമിനിസത്തിലെ ടെൻഡൻസി എന്ന് പറയുന്നുള്ളത്. ഈ ഒരു ടെൻഡൻസിയാണ് പെർട്ടിക്കുലർലി കൺസേൺ ചെയ്യുന്നുള്ളത് ഈ ഒരു പ്ലേയിൽ. ടോപ്പ് ഗേൾസ് പറയുന്നുള്ളത് ക്രിട്ടിക്കൽ സക്സസ് ആണ്. ഓപ്പണിംഗ് റണ്ണിൽ നിന്നുള്ള ഒരു ക്രിട്ടിക്കൽ സക്സസ് ആണ്. ഇത് സ്റ്റേജ് ചെയ്തിട്ടുള്ളത് മെനി പ്രോമിനൻറ്റ് തിയേറ്റർ കമ്പനീസ് ഇൻ ലണ്ടൻ, അതുപോലെ തന്നെ ന്യൂയോർക്ക് ഓവർ ദ പാസ്റ്റ് 13 ഇയേഴ്സ്. ഈ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളത് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ ഫെമിനിസത്തിനെ പറ്റിയിട്ടും ഈ ഒരു പ്ലേയിൽ പറയുന്നുണ്ട്. ഈ ഒരു പ്ലേയിലെ മെയിൻ തീം എന്ന് പറയുന്നുള്ളത് പവർ, സക്സസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസം. ഈ 3 തീമാണ് ഈ ഒരു പ്ലേൻ്റെ തീം എന്ന് പറയുന്നുള്ളത്. പവറും സക്സസും അതുപോലെ തന്നെ പിന്നെ പറയുന്നുള്ളത് ഇൻഡിവിജ്വലിസവും. സക്സസ്സിനെ പറ്റി പറയുന്നല്ലോ, ഇതിലുള്ള ഈ ഒരു പ്ലേയിൽ പറഞ്ഞിട്ടുള്ള വുമൺ എന്നുള്ളത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണറാണെന്ന്. അപ്പോൾ സക്സസ്സിനെയും പവറിനെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസമാണ് ഈ ഒരു പ്ലേയിലെ മെയിൻ തീം എന്നുള്ളത്. ഈ ഒരു പ്ലാൻ്റെ ടൈറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗേൾസ് എന്ന് വരാൻ കാരണം പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്ന് സക്സീഡഡ് ആയിട്ടുള്ള വുമണിനെയാണ് ടോപ്പ് ഗേൾസ് എന്ന് റൈറ്റർ ഉദ്ദേശിക്കുന്നുള്ളത്. ഈ ഒരു പ്ലേയിൽ 2 ആക്റ്റാണുള്ളത്. സോ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ